ഇന്നൊരു പച്ചമാങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആയതിനാൽ നമുക്ക് മാങ്ങയൊക്കെ ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടാവും. അതുപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിലും ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോവാൻ പാടില്ല. ഈ ഒരു ഗ്ലാസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം കൂടിയാൽ നമ്മൾ ഇത് വെന്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും, നല്ല ലൂസാകുമ്പോൾ. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മാങ്ങ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മാങ്ങയെല്ലാം വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു കയ്യിലോ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പൾപ്പൊക്കെ നന്നായിട്ട് ഒന്നും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ പൾപ്പും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ, തീരെ പുളിയില്ലാത്തതാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് തികച്ച് ഇട്ട് കൊടുക്കണ്ട. ഇത് കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര ഇട്ടപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പം കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്കും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടി തിളച്ച് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തിക്നെസ് ആകുമ്പം തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. ഈ ഒരു കട്ടിയാകുമ്പം തന്നെ. എന്നിട്ട് ഞാൻ ഒരിത്തിരി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ കളറ് ചേർക്കേണ്ട ആവശ്യമേ ആ ഒരു കളർ തന്നെ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് അട്രാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കളർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കളർ ചേർക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഇത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല തിക്കില്ലാതെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇത് സ്പ്രെഡായി കിട്ടും. അപ്പോൾ നല്ല തിക്കില്ലാതെയാണ് നല്ല നേർങ്ങനെയാണ് ഞാനിതൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത്. ബാക്കി വേറൊരു പ്ലേറ്റിലും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല എല്ലായിടയ്ക്കും ഇങ്ങനെ സ്പ്രെഡായിട്ട് വട്ടത്തിൽ തന്നെ നമുക്കിത് കിട്ടും.
അപ്പോൾ തിക്കില്ലാത്തതാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനാണ് തിക്കില്ലാതെ ആക്കിയെടുക്കാനും പറയുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കണം. ഒന്നുകിൽ വെയിലത്തോ അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെയോ കൊണ്ടുവച്ചാൽ മതി. കുറച്ച് നേരം വെക്കുമ്പം തന്നെ ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പം തന്നെ ഇതുപോലെ കിട്ടും. അപ്പോൾ ഞാനിതാ അത് വെയിലത്തൊക്കെ വെച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. മാങ്ങയുടെ സീസൺ ആയതിനാൽ നമുക്കൊക്കെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.